ജന്മം കൊണ്ടെങ്കിലും ഒരു പെണ്ണല്ലേ നീ? അല്പം അടക്കത്തിലും ഒതുക്കത്തിലൊക്കെ നടന്നാലെന്താ? ജീവിതത്തിൽ ഒരു നിമിഷമെങ്കിലും പെണ്ണായിട്ട് കാണുന്ന ഒരു ചെറിയ ആഗ്രഹമുണ്ട്. Many happy returns of the day. അയാളുടെ കോൺസെപ്റ്റ് അനുസരിച്ചിട്ടുള്ള രീതിയിൽ ഫെമിനൈൻ ആയിട്ടുള്ള ഒരു വുമൺ ആക്കി മാറ്റാൻ വേണ്ടി സ്നേഹം നിറച്ച് അയാളുടെ സ്ത്രീ സങ്കല്പങ്ങൾ ഈ ക്യാരക്ടറിനോട് പ്രസന്റ് ചെയ്യുന്നു. അതിനനുസരിച്ചിട്ടുള്ള ഓർണമെന്റ്സ്, ക്ലോത്ത്സ് ഇതെല്ലാം ഗിഫ്റ്റ് ആയി കൊടുക്കുന്നു. ഈവൻ ഈ ക്യാരക്ടറിന്റെ ബർത്ത്ഡേ ആയിട്ട് പോലും അവർക്ക് കിട്ടിയ ഗിഫ്റ്റ് ഈസ് സംതിങ് വിച്ച് ഈസ് ദ മെറ്റഫർ ഓഫ് ആൻ ഐഡിയ. ആൻഡ് ആ ഐഡിയ എന്ന് പറയുന്നത് ഇതിൽ ഈ ഫിലിമിലെ തന്നെ മെയിൽ കൗണ്ടർ പാർട്ടിനെ അല്ലെങ്കിൽ അവരുടെ ലവ് ഇൻട്രസ്റ്റിന്റെ ഒരു സ്ത്രീ എങ്ങനെ ആയിരിക്കണം എന്ന കോൺസെപ്റ്റ് ആണ്. പിന്നീട് ആ കോൺസെപ്റ്റ് അനുസരിച്ചിട്ട് അവരെ തന്നെ മാറ്റിയെടുക്കുന്നു. ഈവൻ അവരുടെ ഡ്രസ്സിംഗ് സ്റ്റൈൽ, അവരുടെ ബിഹേവിയർ ഇതെല്ലാം ചേഞ്ച് ചെയ്തിട്ട് ഗ്രൂമിങ്ങിന് വിധേയമാകുന്നു. സോ ദിസ് ഈസ് ദ റിയൽ പ്രോബ്ലം, നോട്ട് ദ എന്റർടൈൻമെന്റ്. ആക്ച്വലി ഇവർ എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞ് സെൽ ചെയ്യുന്നത് ഇത്രയധികം മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു നോഷനാണ് ദാറ്റ് എ വുമൺ മസ്റ്റ് ബിഹേവ് അക്കോർഡിംഗ് ടു എ മെൻസ് കോൺസെപ്റ്റ് ഓഫ് ഫെമിനിൻ. പണ്ട് ഒരു മിത്ത് ഉണ്ടായിരുന്നു വിച്ച് ഇസ് കോൾഡ് ദ മിത്ത് ഓഫ് ഗലേഷ്യ ഐ തിങ്ക്. അതിൽ പിഗ്മാലിയൻ എന്ന് പറഞ്ഞ ഒരു സ്കൾപ്റ്റർ അയാളുടെ ഭാവനയ്ക്ക് അനുസരിച്ചിട്ട് ഒരു സ്റ്റാച്യു ക്രിയേറ്റ് ചെയ്യുന്നു വിച്ച് ഇസ് ഓഫ് എ വുമൺ ആൻഡ് അതിന് ജീവൻ വെക്കുന്നു. ആൻഡ് ദിസ് വുമൺ ഈസ് കോൾഡ് ഗലേഷ്യ. സോ ദ തിങ് ഈസ് ദാറ്റ് ഗലേഷ്യ മിത്ത് എന്ന് പറയുന്നത് ഏകദേശം വളരെയധികം ഓൾഡ് ആണ്. അബൌട്ട് 1st century AD ഇത് ഫസ്റ്റ് നിലനിന്നിരുന്നത് അക്കോർഡിംഗ് ടു ഗൂഗിൾ. ഇതുപോലത്തെ സിമിലർ തീംസ് ഉള്ള ഫിലിംസ് ആയിരുന്നു 21st centuryയുടെ ബിഗിനിങ്ങിൽ വരെ ഇറങ്ങിയിരുന്നത്. The thing is that people are not getting rid of such kind of manipulative ideas. I got a comment from a girl. I am assuming the gender by the way. With the idea that പഴയ ഫിലിംസ് ടോക്സിക് ആൻഡ് പ്രോബ്ലമാറ്റിക് ആശയങ്ങളെ എന്റർടൈൻമെന്റ് അവതരിപ്പിക്കുന്ന സീൻസ് വെച്ചിട്ട് റിയാക്ട് ചെയ്യുന്നത് വളരെയധികം ചീപ്പല്ലേ. സോ me as a girl is dedicating this video to you whom I assume a girl. So this video is for you because I am very much offended by your comment. Hope you get what I mean. Even if not, I don't care.